വെൽക്കം ടു എഡീനായ അക്കാഡമി. എഡീനായ അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുടുംബശ്രീ കരാർ നിയമനം, ഭേദഗതി വിജ്ഞാപനം, ബോർഡ് കെ-ഡിസ്ക് DPM. കുടുംബശ്രീ മിഷനും കേരള നോളജ് ഇക്കണോമിക് മിഷനും സംയുക്തമായി നടപ്പിലാക്കി വരുന്ന പദ്ധതിയായ കെ-ഡിസ്കിലെ കുടുംബശ്രീ മിഷനിലെ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ തസ്തികയിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. നിയമനം കരാർ വ്യവസ്ഥയിലായിരിക്കും. തസ്തിക ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ഒഴിവ് നിലവിൽ തിരുവനന്തപുരം, പാലക്കാട് ജില്ലയിലായി 2 ഒഴിവുകളാണെങ്കിലും 1 വർഷത്തേക്ക് കുടുംബശ്രീ മിഷനിൽ തസ്തികയിൽ വരുന്ന ഒഴിവുകളിലേക്ക് വിജ്ഞാനപ്രകാരമുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തുന്നതാണ്. നിയമന രീതി കരാർ നിയമനം. നിയമന തീയതി മുതൽ 31/3/2026 വരെ. പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ കരാർ പുതുക്കി നൽകുന്നതിന് പരിഗണിക്കുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത MBA അഥവാ MSW. പ്രായപരിധി 31/5/2025 40 വയസ്സിൽ കൂടാൻ പാടില്ല. പ്രവൃത്തി പരിചയം. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്റ്റുകളിൽ മിഡിൽ മാനേജ്മെന്റ് തലത്തിലുള്ള 5 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രോജക്റ്റ് അഥവാ പ്രോഗ്രാം മാനേജ്മെന്റ് പരിചയവും സമയപരിധിക്കുള്ളിൽ പ്രോജക്റ്റ് പൂർത്തീകരണത്തിനുള്ള കഴിവുണ്ടായിരിക്കണം. ക്ലയന്റ് മാനേജ്മെന്റിലും കോർഡിനേഷനിലും പരിചയം ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് ഭാഷ അനായാസേന കൈകാര്യം ചെയ്യാൻ സാധിക്കണം. ജോലിയുടെ സ്വഭാവം. കെ-ഡിസ്ക് പദ്ധതിയുടെ ജില്ലാതല ഏകോപനം ജില്ലാ മിഷൻ കോർഡിനേറ്ററാണ് റിപ്പോർട്ടിംഗ് ഓഫീസർ. കൺവർജൻസ് പ്രോജക്റ്റ് പ്രവർത്തനങ്ങൾ സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടതും പ്രോജക്റ്റിന്റെ പുരോഗതി റിപ്പോർട്ട് തയ്യാറാക്കി സൂപ്പർവൈസിംഗ് ഓഫീസർക്ക് സമർപ്പിക്കേണ്ട ചുമതലയും ജില്ലാ പ്രോഗ്രാം മാനേജർക്കായിരിക്കും. LED-യിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ജോലി സാധ്യതകളുടെ ജില്ലാതല ഏകോപനവും മറ്റു പ്രവർത്തനങ്ങളും. വേതനം 40,000 രൂപ പ്രതിമാസം. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി. അപേക്ഷ നിശ്ചിത ഫോർമാറ്റിൽ സമർപ്പിക്കേണ്ടതാണ്. നിയമനം സംബന്ധിച്ച നടപടികൾ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് CMD മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. അപേക്ഷാർത്ഥികൾ 500 രൂപ പരീക്ഷാ ഫീസായി അടയ്ക്കേണ്ടതാണ്. നിയമന പ്രക്രിയ. സമർപ്പിക്കപ്പെട്ട ബയോഡേറ്റകളും പ്രവൃത്തി പരിചയം വിശദമായി പരിശോധിച്ച് സ്ക്രീനിംഗ് നടത്തി യോഗ്യമായ അപേക്ഷകൾ മാത്രം തിരഞ്ഞെടുക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം CMDക്കുണ്ടായിരിക്കും. വിദ്യാർത്ഥികളുടെ ബയോഡേറ്റ സ്ക്രീനിംഗ് നടത്തി യോഗ്യതയും പ്രവൃത്തി പരിചയവും പരിഗണിച്ച് യോഗ്യരായവരെ അഭിമുഖത്തിന് വിളിച്ച് അവരിൽ നിന്നും അനുയോജ്യരായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കും. വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുതലാണെങ്കിൽ എഴുത്ത് പരീക്ഷയും ഇന്റർവ്യൂവോ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഇന്റർവ്യൂ ഏതാണോ അനുയോജ്യമായത് ആ രീതിയിൽ നിയമന പ്രക്രിയ നടത്തുന്നതിന് CMDക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ്. അപേക്ഷകൻ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷകൾ www.cmdkerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 25/6/2025 വൈകുന്നേരം 5 മണി.
25 ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കുക. മറ്റ് നിബന്ധനകൾ: അപേക്ഷകൾ കുടുംബശ്രീ ജില്ലാ മിഷനുകളിലോ സംസ്ഥാന മിഷനിലോ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. കൂടാതെ ഓൺലൈൻ അല്ലാതെ ലഭിക്കുന്ന അപേക്ഷകളും സമയപരിധി കഴിഞ്ഞ് ലഭിക്കുന്ന അപേക്ഷകളും അംഗീകരിച്ച യോഗ്യതയില്ലാത്ത അപേക്ഷകളും പരിഗണിക്കുന്നതല്ല. പരീക്ഷാ ഫീസ് അപേക്ഷയോടൊപ്പം ഓൺലൈനായി അടയ്ക്കാവുന്നതാണ്. റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമന ശുപാർശ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥി യഥാസമയം ജോലിയിൽ പ്രവേശിക്കാത്ത പക്ഷം ഈ നിയമനം റദ്ദാക്കുന്നതും ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതുമാണ്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പ്രസിദ്ധീകരിച്ച് തീയതി മുതൽ 1 വർഷമായിരിക്കും. ഒഴിവുകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടായേക്കാം. പ്രസ്തുത തസ്തികയിലേക്ക് ആവശ്യപ്പെട്ട പ്രവൃത്തി പരിചയം നിയമനം ലഭിക്കുന്നതിന് നിയമനം ലഭിക്കുന്നതിനുള്ള നിബന്ധന മാത്രമാണ്. ഈ തസ്തികയിൽ നിയമനം ലഭിച്ചാൽ മുൻ പ്രവൃത്തി പരിചയം ഈ തസ്തികയുടെ വേതന വർധനവിനോ മറ്റ് ആനുകൂല്യങ്ങൾക്കോ പരിഗണിക്കുന്നതല്ല. ഈ തസ്തികയിലോ വകുപ്പിലോ സ്ഥാപനത്തിലോ ഇതുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും വകുപ്പിലോ സ്ഥാപനങ്ങളിലോ തസ്തികകളിലോ സ്ഥിരപ്പെടുത്തുന്നതിന് യാതൊരുവിധ അർഹതയും ഉണ്ടായിരിക്കുന്നതല്ല. എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഈ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 25/6/2025 വൈകുന്നേരം 5 മണിക്കാണ്. CMDയുടെ വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ തസ്തികയുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് MBA അല്ലെങ്കിൽ MSW ആണ്. പ്രായപരിധി 40 വയസ്സിൽ കൂടാൻ പാടില്ല. വേതനം വരുന്നത് 40,000 രൂപ പ്രതിമാസം. അപേക്ഷാ ഫീസ് 500 രൂപയാണ്. അപേക്ഷാ ഫീസ് ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷാ ഫീസ് ഓൺലൈനായി അടയ്ക്കാവുന്നതാണ്. Thanks for watching my channel. Thanks for watching my videos. എഡീന അക്കാഡമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ചാനലും കൂടുതൽ പേരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ വീഡിയോസ് എല്ലാം തന്നെ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ടുകളും കമന്റായി രേഖപ്പെടുത്തുക. Thank you for watching my channel. Thank you.